ഈ ആട്ടക്കഥ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ജാതിവ്യാധിയാൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യർക്ക് ആണ്. ഒരുപക്ഷെ ആട്ടക്കഥയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സമർപ്പണവാക്യം ആദ്യമായിരിക്കും എന്നതിൽ സംശയമില്ല. കൃഷ്ണനാട്ടത്തിൽ നിന്ന് രാമനാട്ടത്തിലേക്കും പിന്നീട് കഥകളിയിലേക്കും അതിൻ്റെ സാങ്കേതികമായ ഭദ്രതയിലേക്കും ഒക്കെ പടിപടിയായി പരിവർത്തനപ്പെട്ടു വന്ന് ലോകത്തിലെ ഏറ്റവും സുഘടിതമായ ശൈലീവൽകൃതമായ ഒരു അവതരണ കലയായി കഥകളി മാറിത്തീരുമ്പോഴും അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിദീർഘമായ ഒരു സാമൂഹ്യ സന്ദർഭമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ആ സാമൂഹ്യ സന്ദർഭം ആ കലയെ സവിശേഷമായ ചില നിലകളിൽ നിയന്ത്രിക്കുകയോ ചിട്ടപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഒരു സുദീർഘ പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന ഒരു കലാരൂപത്തെ ആ സാമൂഹ്യ ചരിത്ര സന്ദർഭത്തിൻ്റെ ഒരു മറുപക്ഷത്ത് നിന്നുകൂടി നോക്കാനാണ് ഈ ആട്ടക്കഥ ശ്രമിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ജാതിബന്ധിതവും വർണ്ണധർമാധിഷ്ഠിതവുമായ ഒരു സാമൂഹ്യ പരിസരവും അത് ജന്മം നൽകിയ ആസ്വാദനക്രമവും അത് ജന്മം നൽകിയ അവതരണ ഘടനയുമുള്ള ഒരു കലയെ ജാതി വിമർശനത്തിൻ്റെ ഒരാവിഷ്കാരമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ ആട്ടക്കഥയിലുള്ളത്. ഇത് കേൾക്കുമ്പോൾ വളരെ ലഘുവായൊരു കാര്യമാണ് എന്ന് തോന്നും. അങ്ങനെ തോന്നുന്നതിൻ്റെ ഒരു കാരണം ഈ രൂപം എന്ന് പറയുന്ന ഒരു കലാരൂപം എന്ന് പറയുന്നത് ആശയങ്ങൾ ഏതും പകർന്നു വയ്ക്കാൻ പര്യാപ്തമായ ഒരു ലളിതമായ ഒരു സുഗമമായൊരു സാമഗ്രിയാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഒരു കലാരൂപവും രൂപപരമായി കേവലമല്ല. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ കലാചിന്തകന്മാരിലൊരാൾ രൂപമെന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും സാരവത്തായ ഒരു നിരീക്ഷണം, രൂപം എന്നത് ഊറിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കമാണ്. ഒരു സമൂഹ സന്ദർഭം, അതിലെ ചരിത്രബന്ധങ്ങൾ, അധികാരഘടന, ആശയ താൽപ്പര്യങ്ങൾ, ഇതെല്ലാം ഒരു കലാവസ്തുവിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ചിന്തകരിലൊരാൾ പറഞ്ഞത് അത് രൂപത്തിലാണ് എന്നാണ്. ഒരുപക്ഷേ നമ്മുടെ കാലത്തെ വലിയ മാർക്സിസ്റ്റ് ചിന്തകന്മാരിലൊരാളായ ടെറി ഈഗിൾട്ടൺ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ലൂക്കാച്ചിൻ്റെ ഒരു വാക്യം ഉദ്ധരിച്ചിട്ട് പറയും, ഒരു സമൂഹത്തിൻ്റെ ചരിത്രം ഏറ്റവും ആഴത്തിലൊരു കലാവസ്തുവിൽ പതിയ രൂപത്തിലാണ് എന്ന ലൂക്കാച്ചിൻ്റെ വാക്യം ഉദ്ധരിച്ചിട്ട് ഈഗിൾട്ടൺ പറയുന്നത്, ഇങ്ങനെ ഒരു വാക്യം ഒരു മാർക്സിസ്റ്റ് എഴുതും എന്ന് നാം പൊതുവെ പ്രതീക്ഷിക്കില്ല, പക്ഷേ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് രൂപം എന്നത് പ്രധാനമായിരിക്കുന്നു എന്ന ഒരു ചോദ്യം ഈഗിൾട്ടൺ ഉന്നയിക്കുന്നുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയല്ല. ശ്രീധരൻ ഒരു പുതിയ പ്രമേയത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ വാസ്തവത്തിൽ സുദീർഘമായി ചിട്ടപ്പെട്ടു വന്ന ഒരവതരണ ഘടനയോട് ഏതെങ്കിലുമൊക്കെ ഉള്ള നിലകളിൽ ഇടയേണ്ടതായും അതിനെ രൂപാന്തരപ്പെടുത്തേണ്ടതായും അതിനെ നവീകരിക്കേണ്ടതായും വരും. ഈ നവീകരണം കലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. കാരണം ഈ രൂപസംവിധാനം എന്ന് പറയുന്നത് രൂപത്തെ ആശയങ്ങൾ കോരി നിറയ്ക്കാനുള്ള പാത്രങ്ങളായി കാണുന്നതിന് പകരം ആശയങ്ങളെയും അനുഭൂതികളെയും നിർമ്മിക്കുന്ന ആധാര വസ്തുവായി രൂപത്തെ കണ്ടാൽ പഴയ രൂപത്തെ അതേപടി ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഒരു അനുഭവത്തെ, പുതിയൊരു ആശയത്തെ അതിൽ സന്നിവേശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ കോട്ടം വിട്ട കഥ എന്നത് കോട്ടം വിട്ടതാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു സാമൂഹ്യ ഘടനയുടെ ചില താല്പര്യങ്ങൾക്കുള്ളിലാണ് അത് കോട്ടം വിട്ടതായി തീരുന്നത്. നളചരിതത്തിലെത്തുമ്പോൾ അത് അങ്ങനെ കോട്ടം വിട്ട ഒരു കഥയല്ല, ധാരാളം വൈചിത്ര്യങ്ങളുള്ള, ആടാനും പാടാനും കൊള്ളാത്തതെന്നൊരു കാലത്ത് കരുതപ്പെട്ട ഒരു ആട്ടക്കഥയായി എന്തുകൊണ്ട് മാറിത്തീർന്നു എന്നുള്ളത് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ ചില ബോധ്യങ്ങളുടെ കൂടി ഉൽപ്പന്നമാണത്.
കാരണം മനുഷ്യൻ എന്നത് മുൻകൂറായി നിർണയിക്കപ്പെട്ട വിധിയുടെയും അതിഭൗതികമായ ശക്തിവിശേഷങ്ങളുടെയും ഒരു കരുവാണ് എന്നതിൽ നിന്ന് മനുഷ്യൻ അകമേ പരിണമിക്കുന്ന ധാരാളം വൈരുദ്ധ്യങ്ങളുള്ള തന്നിൽ തന്നെ പോരടിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന ധാരണയിലേക്ക് കഥകളിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ കഥകളിക്ക് കോട്ടം വിട്ട കലയുടെ സാങ്കേതിക ഭദ്രതയെ അതേപടി പലപ്പോഴും നിലനിർത്താൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ നളചരിതത്തെക്കുറിച്ച് നമ്മുടെ സാഹിത്യ വിമർശകരൊക്കെ പലപ്പോഴും പറയാറുള്ളത് മലയാളത്തിലെ ആദ്യത്തെ ആധുനിക കൃതിയാണ് എന്ന് പറയും. ആധുനികത പിറവിയെടുക്കുന്നതിനൊക്കെ വളരെ മുമ്പേ ആധുനികതയുടെ ഒരു അന്തസംഘർഷത്തെ കലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത് കലയുടെ രൂപപരമായ ഭദ്രതയെ പല നിലകളിൽ അലോസരപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ചരിത്രം നളചരിതത്തിൽ ഉണ്ട് എന്ന് നമുക്കിപ്പോൾ അറിയാം. നളചരിതം എന്തുകൊണ്ടാണ് നവോത്ഥാന കാലമാകുമ്പോഴേക്കും അതിന് രംഗപ്രചാരം വന്നതെന്നും 19-ാം നൂറ്റാണ്ടിൻ്റെ അരങ്ങിൽ എന്തുകൊണ്ടാണ് അതിന് വേണ്ട പോലെ ഇടം കിട്ടാതെ പോയതെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ കർണശബ്ദം പോലെ ഒരു കഥ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ വലിയ വ്യാപ്തി നേടിയത് എന്തുകൊണ്ടാണ് എന്നുമൊക്കെ ധാരാളമായിട്ട് ആലോചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടൊരു പുതിയ പ്രമേയം വരുന്നു എന്ന് പറയുന്നത് ആ പ്രമേയവും രൂപവും തമ്മിലുള്ള ബന്ധത്തെ സൂക്ഷ്മമായിട്ട് ആലോചിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ പ്രശ്നമല്ല ഒരു പുതിയ പ്രമേയം. അതുകൊണ്ട് ഒരു പുതിയ പ്രമേയം വാസ്തവത്തിൽ രൂപത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ ഷേക്സ്പിയറുടെ ഹാംലെറ്റിനെ കുറിച്ച് ഉണ്ടായ നിരീക്ഷണങ്ങളിൽ ഒരിടത്ത് ഫ്രെഡറിക് ജെയിംസൺ കൗതുകമുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ഒരു പരാജയപ്പെട്ട കൃതിയാണ് എന്ന് എലിയറ്റ് നിരീക്ഷിക്കുന്നുണ്ട്. എലിയറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് ഹാംലെറ്റിനെ കുറിച്ചുള്ള പഠനം. കാരണം ഒരു സവിശേഷമായ ആശയത്തെയോ അനുഭവത്തെയോ ആവിഷ്കരിക്കാൻ പര്യാപ്തമായ രൂപസംവിധാനത്തിന് ജന്മം നൽകാൻ കഴിഞ്ഞാലേ കലാവസ്തു നിലനിൽക്കും. അതിന് അദ്ദേഹം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എത്രത്തോളം ഈ ആശയാനുഭവത്തിയോടും ചേർന്നു പോകുന്നോ അപ്പോഴാണ് കല ഫലപ്രദമാവുക എന്ന് അദ്ദേഹം പറയുകയും ഹാംലെറ്റ് അങ്ങനെ ഫലപ്രദമായ ഒരു കലാരൂപമാകുന്നതിൽ പരാജയപ്പെട്ടൊരു രചനയാണ് എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിരീക്ഷണത്തെ മുൻനിർത്തിയാണ് ജെയിംസൺ പിന്നീട് തൻ്റെ പ്രധാനപ്പെട്ട ഒരാശയം അവതരിപ്പിച്ചത്. ജെയിംസൺ പറഞ്ഞത് ഈ ഹാംലെറ്റ് പരാജയപ്പെട്ടു എന്ന് ഇദ്ദേഹം പറയുമ്പോഴും എലിയറ്റ് പറയുമ്പോഴും വാസ്തവത്തിൽ ആ പരാജയമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് പുതുതായി ഉടലെടുത്ത് വരുന്ന ഒരു അനുഭൂതി തലവും ആ അനുഭൂതി തലത്തെ ആവിഷ്കരിക്കാൻ പഴയ ഒരു രൂപ സംവിധാനവും എന്നതിലെ വൈരുദ്ധ്യമാണ് ഹാംലെറ്റിൻ്റെ പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ കൗതുകകരമായൊരു നിരീക്ഷണമാണ്. അതായത് ഹാംലെറ്റ് നാടകത്തിൻ്റെ അടിസ്ഥാന മാതൃക എന്ന് പറയുന്നത് മധ്യകാല റിവഞ്ച് ട്രാജഡികളാണ്, പ്രതികാര ദുരന്തങ്ങൾ. ഒരു വീരനായകൻ്റെ പോരാട്ട വീര്യങ്ങളും അയാൾ ചെന്നുപെടുന്ന പ്രശ്നങ്ങളും അകപ്പെടുന്ന ദുരന്തങ്ങളും ഒക്കെയാണ്. അത് പൊതുവെ മധ്യകാല കഥാപാത്രങ്ങളുടെ ഒരു സുനിശ്ചിതത്വം, നിശ്ചലത, അല്ലെങ്കിൽ ഒരു നമ്മുടെ കഥകളിയിലൊക്കെ കാണുന്ന പോലെ ആഹാര്യം കൊണ്ട് തന്നെ നിർവചിക്കപ്പെടുന്ന സ്വഭാവഘടന ഒക്കെയുള്ളതാണ് ഈ മധ്യകാല റിവെഞ്ച് ട്രാജഡികളിലെ കഥാപാത്ര കൽപ്പന. എന്നാൽ ഹാംലെറ്റ് ആകട്ടെ അങ്ങനെ ഒരു സുനിശ്ചിത കഥാപാത്രമല്ല. ആധുനികത ജന്മം നൽകുന്ന മനുഷ്യാവസ്ഥയുടെ സന്നിഗ്ധതകൾ വേണോ വേണ്ടയോ എന്ന ചോദ്യം, മനുഷ്യാവസ്ഥയുടെ ഊയലാട്ടങ്ങൾ എത്രയെങ്കിലുമുള്ളൊരു കഥാപാത്രമാണ് ഹാംലെറ്റ് കുമാരൻ. അതുകൊണ്ട് ഹാംലെറ്റ് കുമാരൻ്റെ മനോഭാവം ആധുനികമായ സന്നിഗ്ധതയിൽ ഊയലാടിക്കൊണ്ടിരിക്കുകയും ഷേക്സ്പിയർ അതിനാധാരമായി സ്വീകരിച്ച രൂപസംവിധാനം ഈ സന്നിഗ്ധതയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മട്ടിൽ സുഘടിതമായിരിക്കുകയും ചെയ്യുന്നതോടെ രൂപവും ഈ കൃതിയിലെ അനുഭവമൂല്യവും തമ്മിലൊരു വലിയ സംഘർഷം വരികയും ഈ സംഘർഷം വാസ്തവത്തിൽ രൂപത്തെ നവീകരിച്ച് പുതിയ ഒന്നാക്കി അതിനെ മാറ്റുകയും ചെയ്യുന്നു എന്ന് ജെയിംസൺ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരു പുതിയ പ്രമേയത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു കലയെ സംബന്ധിച്ച്, കലയിൽ സൂക്ഷ്മതയോടെ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു പുതിയ പ്രമേയത്തെ സ്വീകരിക്കാൻ തുടങ്ങുന്നതോടെ നിങ്ങൾ ഈ രൂപത്തിലേക്ക് കൂടുതൽ കണ്ണു നട്ടിരിക്കാൻ ശ്രദ്ധിക്കുകയും രൂപം നൽകുന്ന ഒരു സുപരീക്ഷിതമായ അതിൻ്റെ ആസ്വാദനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ആവർത്തിച്ചുറപ്പിക്കപ്പെട്ട ഘടനയ്ക്കപ്പുറത്തേക്ക്
ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നാരായുകയും ചെയ്യും. ഇതിനെ ആവർത്തിച്ചുറപ്പിക്കപ്പെട്ട ഘടനയ്ക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വാദക സമൂഹത്തിന് ചിലപ്പോൾ അലോസരം ഉണ്ടാവും, ചിലപ്പോൾ സ്വീകരിക്കപ്പെടും. ഈ സംഘർഷത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ ഇന്ത്യയിലെ ജാതി വ്യാധി കൊണ്ട് ഉന്മൂലനം ചെയ്യപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യർക്ക് സമർപ്പിക്കപ്പെടുകയും ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായൊരു വിമർശനമായി ഒരു പക്ഷേ നമ്മുടെ ആ ബ്രാഹ്മണ്യത്തിൻ്റെ വ്യാവഹാരിക മണ്ഡലത്തിനുള്ളിൽ നിന്നൊരു കലാരൂപത്തെ കണ്ടെടുത്ത് അതിൻ്റെ എതിർസ്ഥാനത്ത് അതിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വഴി ഈ രണ്ട് കാര്യങ്ങൾ ശ്രീധരൻ നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ട്, അത് ഈ രൂപത്തിൽ എങ്ങനെ ഇടപെടുന്നുണ്ട് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ ശ്രമത്തിന് അങ്ങനെ ഒരു സാങ്കത്യമുണ്ട് എന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു കലാവസ്തുവിനെ നവീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രൂപസംവിധാനത്തിലേക്ക് ഏതെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ല. വാസ്തവത്തിൽ രൂപസംവിധാനവുമായുള്ള ഒരു നിരന്തരമായ ഒരു മുഖാമുഖം അഭിമുഖീകരണം വഴിയാണ് വാസ്തവത്തിൽ അതിനെ മാറ്റി തീർക്കാനായിട്ട് കഴിയുക. അതല്ലാതെ രൂപം പഴയതായിരിക്കുകയും ആശയതലത്തിൽ മാത്രം നിങ്ങൾ ചില പുതുമകൾ കൊണ്ടുവരികയും ചെയ്താൽ വാസ്തവത്തിൽ ആ കലാവസ്തു ഫലിക്കില്ല. MP.S. ആശാൻ ഇപ്പോൾ സൂചിപ്പിച്ച് നിർത്തിയൊരു കാര്യം അതാണ്. ഇതിൻ്റെ സങ്കേതത്തിൽ എങ്ങനെയാണ് ആധുനികതയുടെ മുദ്രകൾ, ഇപ്പോൾ കഥകളിയിൽ ആധുനികതയുടെ മുദ്രകൾ നിശ്ചയമായും ധാരാളമായി കടന്നു കയറുകയും അതിൻ്റെ ആദ്യകാലത്തെ ശില്പരൂപത്തെ വലിയ തോതിൽ അഴിച്ചു പണിയുകയും ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഇനിയും അങ്ങോട്ട് ഇത് പോകുമ്പോൾ ജാതിവിരുദ്ധത പോലൊരു പ്രമേയത്തെ, പ്രത്യേകിച്ചും സാഹോദര്യം എന്നൊരാശയത്തെ, ഈ വർഷം ഇപ്പോൾ മൈത്രി എന്ന ആശയം ചണ്ടാലപുക്ഷികയൊക്കെ വന്നതിൻ്റെ ശതാബ്ദി പിന്നിട്ടൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ കഥകളി പോലെ ഒരു രംഗാവതരണ സന്ദർഭത്തിലേക്ക് ഈ പ്രമേയത്തെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെന്ത് മാറ്റങ്ങൾ അത് കൊണ്ടുവരും എന്ന് നമ്മൾ ശ്രദ്ധാപൂർവം നോക്കേണ്ടതുണ്ട്. ആ മാറ്റങ്ങളിലാണ് ഒരുപക്ഷെ ഒരാട്ടക്കഥ എന്ന നിലയ്ക്ക് ഇത് കൂടുതൽ വിജയിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഇപ്പോൾ കഥകളിയിലെ കേരള രാഗങ്ങളെക്കുറിച്ച് ലക്ഷ്മണൻ പിള്ള പണ്ട് എഴുതുന്ന ഒരു നിരീക്ഷണം വളരെ കൗതുകമുള്ളൊരു നിരീക്ഷണമാണ്. കേരള രാഗങ്ങൾ എന്ന് പറയുന്ന ഈ പാടിയും പുറനീരയും ഒക്കെ എങ്ങനെയാണ് കഥകളിയിൽ വന്നത് എന്നതിനെക്കുറിച്ച് വളരെ രസമുള്ളൊരു നിരീക്ഷണം ടി ലക്ഷ്മണൻ പിള്ളയുടേതായിട്ടുണ്ട്. മ്യൂസിക് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പഴയ പുസ്തകങ്ങളിൽ അദ്ദേഹം പറയുന്നത് പഴയ ദ്രാവിഡ സംഗീതത്തിൻ്റെ, ആര്യ സംഗീതത്തിൻ്റെ അധിനിവേശത്തിന് ശേഷവും അവശേഷിച്ച പഴയ ദ്രാവിഡ സംഗീതമാണ് കേരള രാഗങ്ങൾ എന്ന പേരിൽ കഥകളിയിൽ തുടരുന്നത് എന്നാണ് ലക്ഷ്മണൻപിള്ള നിരീക്ഷിക്കുന്നത്. ബാക്കിയൊക്കെ പൊതുവിൽ നമുക്ക് നോക്കിയാൽ ആര്യ സംഗീതത്തിൻ്റെ പല പല ശാഖകളാണ്. അപ്പോൾ ആര്യ സംഗീതത്തിനപ്പുറമുള്ള തദ്ദേശീയമായ, നേരത്തെ പുള്ളുവൻപാട്ടിനെക്കുറിച്ചും നന്ദുണി ഉണ്ടാകേണ്ടതിനെക്കുറിച്ചും രാജാനന്ദനിയോട് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ആര്യ സംഗീതത്തിൻ്റെ വഴിയെ ലംഘിച്ച, അതിൽ നിന്ന് വേറിട്ട് നിന്ന ഒരു സംഗീത സംസ്കാരത്തിൻ്റെ ഒരുപക്ഷെ അവശേഷിക്കുന്ന ഒരേ ഒരു മുദ്ര. ഇപ്പോൾ സംഘസാഹിത്യത്തിലൊക്കെ അത്തരം സംഗീതത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും എന്താണ് ആ സംഗീതത്തിൻ്റെ സ്വരൂപം എന്നതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമൊന്നുമില്ല. ഒരുപക്ഷെ ആ സംഗീതത്തിൻ്റെ അവശേഷിക്കുന്ന ഒരു ജീവിതമുദ്ര ഈ കഥകളിയിലെ കേരള രാഗങ്ങളാണ് എന്ന് ലക്ഷ്മണൻപിള്ള പറയുന്നുണ്ട്. ഞാനത് ശരിയാണെന്ന് 100% പറയല്ല, മറിച്ച് ചരിത്രം നമ്മൾ കരുതുന്നതിനേക്കാൾ സൂക്ഷ്മതലത്തിലാണ് ഒരു കലയുടെ രൂപസംവിധാനത്തിൽ പ്രവർത്തിക്കുക. അല്ലാതെ കഥകളിയിൽ ഇപ്പോൾ എന്താ പറയുക, ദമയന്തി എഴുന്നേറ്റ് നിന്ന് നളനോട് 4 വർത്താനം പറയേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നല്ലോ. നിങ്ങളത് ഓർക്കണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയല്ല വാസ്തവത്തിൽ കലയിലെ ചരിത്രം എന്ന് പറയുന്നത്. കലയിലെ ചരിത്രം ഈ പറഞ്ഞതാണ്, ഒരാശയം എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് ഇപ്പോൾ നളചരിതത്തിലെ വളരെ മർമ്മസ്പർശിയായ ഒരു വാക്യമുണ്ടല്ലോ, സ്നേഹസദൃശ്യം ചെയ്യുക സ്മരണവും എന്ന് പറയും. എത്ര സ്നേഹമുണ്ടോ അത്രേ ഓർത്താൽ മതി എന്നത് സ്നേഹത്തെക്കുറിച്ചുള്ള പുതിയ ഒരു സന്ദർഭം അതിൽ ഉണ്ട്. അതിൽ വളരെ വ്യക്തിഗതമായ ഒരു ആത്മബോധം അതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതിൻ്റെ അടയാളമാണ് ആ വാക്യം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രയോഗങ്ങളിൽ, സംഗീത രൂപങ്ങളിൽ, ആലാപനക്രമങ്ങളിൽ, അഭിനയ രീതികളിൽ ഒക്കെ ആയിട്ടാണ് ഒരുപക്ഷെ ഒരു സമൂഹ സന്ദർഭം കലയിലേക്ക് കൂടുതൽ കയറുക. അപ്പോൾ കഥകളി പോലെ ഒരു കലയ്ക്ക് ജന്മം നൽകിയ ഒരു വ്യവഹാര ഘടന, ഒരു സോഷ്യൽ സ്ട്രക്ചറുണ്ട്. ആ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാന
സ്വഭാവത്തോട് വിമർശനാത്മകമായ നിലപാട് പുലർത്തുന്ന ഒരു പ്രമേയമാണ് ഈ കഥയിൽ, ഈ ആട്ടക്കഥയിൽ ശ്രീചിത്രൻ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു കേവല പ്രമേയമായിട്ട് മാത്രം ഇതിന് അവസാനിക്കുക എളുപ്പവുമല്ല. ഇപ്പോൾ ശ്രീചിത്രൻ ഇതിൽ കൊണ്ടുവന്ന സാങ്കേതികമായ നവീകരണങ്ങളെക്കുറിച്ച്, മർമ്മതാളം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്, കുണ്ടനാച്ചിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ആഹാര്യത്തിൽ വരുത്തിയിട്ടുള്ള ചില വ്യത്യാസങ്ങളെക്കുറിച്ച്, സംഗീതത്തിലെ ചില വ്യത്യാസങ്ങളെക്കുറിച്ച് ഒക്കെ ശ്രീചിത്രനും ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗജാനന്ദനും ഇവിടെ അതിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുകയും ചെയ്തിരുന്നു. ഞാൻ പറയുന്നത്, അങ്ങനെ അവതരണപരമായിട്ടും പ്രമേയപരമായിട്ടും നമ്മുടെ ആട്ടക്കഥയുടെ ദീർഘചരിത്രത്തിലെ ഒരു വഴിമാറി നടക്കലിനുള്ള ശ്രമം ഈ ആട്ടക്കഥ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ്. നേരത്തെ MPS ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ആശാൻ പറഞ്ഞതുപോലെ ധാരാളം ആട്ടക്കഥകൾ ഉണ്ടായി വരുന്നുണ്ടെങ്കിലും ഇതിന് ഒരു മൗലികമായ വ്യത്യസ്തതയുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ വ്യത്യസ്തതയാകട്ടെ കേവലം സാങ്കേതികമായ അവതരണപരമായ ഒരു വ്യത്യസ്തത എന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തെ കൂടുതൽ നീതിപൂർണമാക്കാനുള്ള വലിയ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയായ ഒന്നാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. മൈത്രി എന്ന ആശയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അംബേദ്കർ ബുദ്ധനിൽ നിന്ന് അദ്ദേഹം സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മൈത്രി എന്നതാണ്. ഈ മൈത്രിയെ അദ്ദേഹം വിശദീകരിക്കുന്നത് 4 തത്വങ്ങളായിട്ടാണ്. അത് സർവ്വചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം, എല്ലാറ്റിനോടുമുള്ള തുറസ്, തനിക്ക് കൈവന്ന ജീവിതാഹ്ലാദം മറ്റെല്ലാവർക്കും കൈവരണമെന്ന സമർപ്പണ ബുദ്ധി, ആരോടുമുള്ള വെറുപ്പില്ലായ്മ. ഈ 4 മൂല്യങ്ങളിലാണ് മൈത്രിയെ അംബേദ്കർ പ്രതിഷ്ഠിക്കുന്നത്. PS ആശാൻ ചോദിച്ചതുപോലെ ഈ മൂല്യങ്ങളെ നിങ്ങൾ കഥകളിയിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ കഥകളിക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നത് അരങ്ങ് ഉയർത്താവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യാനും ഒരുപക്ഷെ ഇതിൻ്റെ സങ്കേതത്തെ ആ നിലയിൽ പുനർവിഭാവനം ചെയ്യാനും ഇതിൻ്റെ അവതരണത്തിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇത്തരം ശ്രമങ്ങളിലൂടെയാണ് രൂപസംവിധാനത്തിനകത്തേക്ക് കടന്നു കയറി കാലത്തിൻ്റെ പുതിയ സമ്മർദ്ദങ്ങളെ രൂപപരമായി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഊറിക്കൂടിയ ഉള്ളടക്കം എന്ന നിലയിൽ കലയുടെ രൂപതലത്തെ കൂടി പരിഗണിക്കാൻ സന്നദ്ധമാകുന്ന നവീകരണ ശ്രമങ്ങൾക്ക് മാത്രമേ വാസ്തവത്തിൽ കലയെ പുതുക്കാൻ പറ്റൂ. കലയുടെ പുതുക്കൽ എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും കല പുതുക്കപ്പെടുന്നുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ അത് പുതുക്കപ്പെടുന്നത് പുതിയ ആശയങ്ങൾ വാരി വിതറുന്നു എന്നുള്ള നിലയിലല്ല. അങ്ങനെ നമ്മൾ ധാരാളം തെറ്റിദ്ധരിക്കാറുണ്ട്. പുതിയ ആശയങ്ങളിങ്ങനെ അനസ്യൂതം പഴയ രൂപത്തിൽ വാരി വിതറിയാൽ രൂപങ്ങളൊക്കെ പുതിയതായിത്തീരും എന്ന് കരുതുന്നത് ഒട്ടുമേ ശരിയായ കാര്യമല്ല. കാരണം ഈ രൂപമാണ് അനുഭവ നിർമ്മാണത്തിൻ്റെ ആധാര ഘടകം. അതുകൊണ്ട് ഈ അനുഭവ നിർമ്മാണം ആധുനികമാകണമെങ്കിൽ, സമകാലികമാവണമെങ്കിൽ അതിന് ഈ രൂപത്തെയും നമ്മൾ സ്പർശിക്കേണ്ടി വരും. രൂപം അലംഘ്യവും അദൃശ്യവും അചാല്യവുമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അനുഭൂതിയുടെ തലത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് രൂപസംവിധാനത്തെ കൂടി അഭിസംബോധന ചെയ്യാൻ വാസ്തവത്തിൽ കലയിൽ ഇടപെടുന്ന ഓരോ കലാകാരനും കലാകാരിയും പരിശ്രമിക്കുന്നുണ്ട്. അത്തരമൊരു പരിശ്രമം നിശ്ചയമായിട്ടും ഈ ആട്ടക്കഥയിലും അതിൻ്റെ രംഗാവതരണത്തിലും അതിൻ്റെ തുടർജീവിതത്തിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ശ്രീചിത്രൻ്റെ ആട്ടക്കഥ നമ്മുടെ ആട്ടക്കഥകളുടെ ചരിത്രത്തിലെ വളരെ സവിശേഷമായ ഒരു സ്ഥാനമാണ് എന്ന് പറയാനായിട്ട് ഞാൻ തുടക്കത്തിൽ ശ്രമിച്ചത്. ഇതിന് സഫലമായൊരു രംഗജീവിതവും നമ്മുടെ ആട്ടക്കഥകളുടെ കഥകളി അരങ്ങിൻ്റെ ജീവിത ചരിത്രത്തിൽ വളരെ ശ്രേഷ്ഠമായൊരു സ്ഥാനവും ഉണ്ടാകട്ടെ എന്ന ആഗ്രഹം പങ്കുവയ്ക്കുന്നു. ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കാൻ വാസ്തവത്തിൽ ധാരണയുള്ള ഒരാളൊന്നുമല്ല ഞാൻ. ശ്രീചിത്രൻ്റെ സ്നേഹം കൊണ്ട് ശ്രീചിത്രൻ എന്നെ വിളിച്ചു. ആ സ്നേഹം കൊണ്ട് തന്നെ ഞാനിവിടെ വന്നു ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയതിലുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനം.